അവസാനം രണ്ടു കാര്യങ്ങളിൽ വി ഡി സതീശൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. പി വി അൻവറിനെ എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു ചർച്ചയുണ്ടായിരുന്നു. അവസാനം പി വി അൻവറിനെ ആ ഘട്ടത്തിൽ എടുത്തില്ല. നിലമ്പൂരിൽ ആ ഘട്ടത്തിൽ പി വി അൻവറിന് സീറ്റും കൊടുത്തില്ല. ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് കൊടുപ്പിച്ചു. പി വി അൻവറിൻ്റെ സഹായമില്ലാതെ ജയിപ്പിച്ചെടുക്കുകയും ചെയ്തു. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഉമാ തോമസിനെ ജയിപ്പിക്കുന്നതിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് ജയിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് നമ്മുടെ വി ഡി സതീശൻ. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനെ ജയിപ്പിക്കുന്നതിലൊക്കെ, ചാണ്ടി ഉമ്മനെ പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ ഒരു സ്വന്തം മണ്ഡലമാണ്. എന്നാൽ ഇതിലൊക്കെ വിജയിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ 10 സീറ്റ് അവർക്ക് ഉണ്ടായിരുന്നതിൽ നിന്ന് 2 സീറ്റ് ഏറ്റുമാനൂർ ഇടുക്കിയും തിരിച്ചെടുക്കുന്നതിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ സതീശൻ ഒരു പരിധിവരെ വിജയിച്ചു. ഒരു പരിധിവരെ വിജയിച്ചു. 8 സീറ്റേ ഉള്ളൂ അവർക്ക്. അവരിന്ന് വൈകുന്നേരം പ്രഖ്യാപിക്കും. പക്ഷേ എം പിമാരാരും മത്സരിക്കണ്ട എന്നൊരു തീരുമാനം AICC എടുക്കുന്നതിൽ KPCC പ്രസിഡന്റിനും വി ഡി സതീശനും വലിയ പങ്കുണ്ടായിരുന്നു. പ്രത്യേകിച്ചുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കെ സുധാകരൻ MP ആണ്. ജയിച്ചാൽ UDF മന്ത്രിയാക്കണം. ഒരു കാരണവശാലും മന്ത്രിയാക്കാതിരിക്കാൻ പറ്റത്തില്ല. അടൂർ പ്രകാശ് വളരെ സീനിയർ നേതാവാണ്. ജയിച്ചാൽ മന്ത്രിയാക്കേണ്ടി വരും. ഇങ്ങനെ MP മാരാരെങ്കിലുമൊക്കെ മത്സരിച്ചാൽ, അത് കൊടുക്കുന്ന സുരേഷ് മത്സരിച്ചാൽ, ജയിച്ചാൽ മന്ത്രിയാക്കേണ്ടി വരും. ആര് ജയിച്ചാലും MP മാരായിട്ട് നിൽക്കുന്നവരല്ല ഇപ്പോൾ സീനിയർ നേതാക്കളാണ്. അവരാര് ജയിച്ചാലും അവരെ മന്ത്രിയാക്കേണ്ടി വരും. കെ മുരളീധരൻ ജയിച്ചാൽ മന്ത്രിയാക്കേണ്ടി വരും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയിച്ചാൽ മന്ത്രിയാക്കേണ്ടി വരും. അപ്പോൾ എല്ലാം സീനിയർ മന്ത്രിമാരായാൽ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ പറ്റത്തില്ല. അതിൻ്റെ മുകളിൽ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ സതീശന് ഒരു അസ്വസ്ഥത വരും. പത്മവ്യൂഹത്തിൽ ഇരിക്കുമ്പോൾ ഇരിക്കും. ചുറ്റും വളരെ സീനിയറായിട്ടുള്ള മുൻ പരിചയമുള്ള മന്ത്രിമാരും പ്രധാനപ്പെട്ട ആളുകളും ഇദ്ദേഹം ജൂനിയറായി ഇരിക്കുമ്പോൾ വലിയൊരു പരിമിതി വരും. അതുകൊണ്ട് കൂടിക്കൊണ്ടാണ് ആയിരിക്കാം വി ഡി സതീശൻ ഒരു പിടിപിടിച്ച് നോക്കി MP മാരാരും മത്സരിക്കണ്ട. പക്ഷേ വി ഡി സതീശൻ്റെ പിടി അയഞ്ഞു. മിനിയാന്ന് വി ഡി സതീശൻ പറഞ്ഞത് 24 മണിക്കൂറിനകം പത്രക്കാർ ചോദിക്കുമ്പോൾ പറഞ്ഞു ഞങ്ങളെല്ലാം സെറ്റാണ്. കേരള കോൺഗ്രസ് ആയിട്ട് അരമണിക്കൂർ ഇരുന്നാൽ മതി, ഞങ്ങൾ സെറ്റായി. 24 മണിക്കൂറിനകത്ത് ഞങ്ങൾ സെറ്റാണ് എന്ന് പറഞ്ഞു. അവസാനം ഇന്നലെ 24 മണിക്കൂർ കഴിഞ്ഞ് പത്രലേഖകർ ചോദിച്ചപ്പോൾ അവരുമായിട്ട് വഴക്കുണ്ടായി. അത് സ്വാഭാവികം. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കറക്റ്റ് എണ്ണി എടുക്കേണ്ട കാര്യമില്ല പത്രലേഖകർ. കുറച്ച് സമയം കൊടുക്കാം. ആനയോളം വലിപ്പം എന്ന് പറഞ്ഞാൽ ആനയെന്നല്ലല്ലോ അർത്ഥം. അതൊരു പോലെ പറഞ്ഞതല്ലേ. 24 മണിക്കൂറാണ് ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞാൽ കഴിയുന്നത് വേഗം എടുക്കും എന്നല്ലേ. അതിന് മുന്നേ കറക്റ്റ് എണ്ണി 23.25 മണിക്കൂർ 24 ആയപ്പോൾ പത്രലേഖകർ പോയി ചോദിക്കുന്നത് ശരിയായില്ല. പോട്ടെ, എന്തായാലും ശുഭദിനായിപ്പോയി. അവസാന ശ്വാസം വരെ വി ഡി സതീശനും സണ്ണി ജോസഫും കേരള KPCCയും കോർ കമ്മിറ്റിയൊക്കെ ശ്രമിച്ചു MP മാരെ ഇറക്കാതിരിക്കാൻ. ഇതിനിടയിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ടായി. ആ ട്വിസ്റ്റ് കാണാതിരിക്കാനാവില്ല. ശിവഗിരി മഠത്തിൽ നിന്നൊരു കത്ത്, 18 പേരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൻ്റെ ഒരു കത്ത് കൊടുത്തു. സ്വാഭാവികമായി അതിൽ നിന്ന് 1, 2, 3 പേരെയൊക്കെ എടുക്കാതിരുന്നാൽ, ശിവഗിരി മഠത്തിൽ നിന്ന് വല്ല പ്രഖ്യാപനവും വന്നാൽ, വെള്ളാപ്പള്ളി നടേശൻ ആൾറെഡി പിണങ്ങി നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും പ്രഖ്യാപനങ്ങൾ വന്നാൽ, അങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ വന്നാൽ ഈഴവരുടെ കുറച്ച് വോട്ട് കിട്ടേണ്ടത് കിട്ടാതെ പോകും. സ്വാഭാവികമായിട്ട് കുറച്ച് വോട്ട് കിട്ടാതെ പോകും. അതുകൊണ്ട് തോപ്പിൽ രവിയുടെ മകനായിട്ടുള്ള സൂരജ് രവിയെ ചാത്തന്നൂരിൽ ദേവരാജ് എന്ന് പറയുന്ന ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേവരാജനെ പിൻവലിച്ച്, അഖിലേന്ത്യാ നേതാവായിട്ടുള്ള ദേവരാജനെ പിൻവലിച്ച് അവിടെ സൂരജ് രവിക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തിരിക്കുകയാണ്. സൂരജ് രവി നേരത്തെ കൊല്ലത്ത് മത്സരിച്ച് തോറ്റ ആളാണ് മുകേഷിനോടൊപ്പം. ആ സൂരജ് രവിക്ക് അവിടെ ചാത്തന്നൂരിൽ സീറ്റ് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അവിടുത്തെ പ്രശ്നം, അവിടെ BJP രണ്ടാമതാണ്. കഴിഞ്ഞ 2 പ്രാവശ്യമായി വളരെ ശക്തമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് വീണ്ടും 2ാം സ്ഥാനത്തെത്തിയ VB ഗോപകുമാർ തന്നെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. അവിടെ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാലും അത്ഭുതമില്ല. ചാത്തന്നൂർ BJP പിടിച്ചാൽ അത്ഭുതമില്ലാത്തൊരു സീറ്റാണ്. അങ്ങനെ നിന്നപ്പോഴാണ് 2 പേർക്കെങ്കിലും സൂരജ് രവിക്ക് കൊടുത്തു. പിന്നെ 2 പേർക്കെങ്കിലും കൊടുക്കണം. കാര്യം ചാത്തന്നൂരും വർക്കലയൊക്കെ അടുത്തടുത്താണ്. അപ്പോൾ എന്തായാലും ചാത്തന്നൂർ കൊടുത്തപ്പോൾ കുറച്ച് സ്വാമിയെയും SNDPക്കാരെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കാൻ പറ്റും. പിന്നെ 2 പേർ, അതിലൊരാളെന്ന് പറഞ്ഞാൽ കൊടുത്തില്ലെങ്കിൽ ചത്ത് കളയുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അദ്ദേഹം സ്വപ്നത്തിൽ ചത്തുപോകും. കെ സുധാകരൻ, കണ്ണൂർ.
അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു. ഇതിനിടയിലാണ് NLC വാങ്ങിച്ചത്. അടൂർ പ്രകാശ് ഇന്നലെ കളക്ടറേറ്റിൽ നിന്ന് NLC വാങ്ങി, നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ്. NLC വേണം മത്സരിക്കണമെങ്കിൽ. NLC വാങ്ങി, അത് പത്ര ചാനലുകളിലൊക്കെ വന്നതാണ് NLCയുടെ കോപ്പി. അപ്പോൾ അങ്ങനെ അടൂർ പ്രകാശിനും കെ സുധാകരനും ഇളവ് അനുവദിക്കുന്നു AICC KPCCയുടെ നിർദ്ദേശപ്രകാരം. കാര്യം അല്ലെങ്കിൽ ഈ വണ്ടി മുമ്പോട്ട് പോകില്ല. ഇപ്പോൾ 70 സീറ്റ് തീരുമാനിക്കാൻ പറ്റിയിട്ടുള്ളൂ. 15ഓളം സീറ്റുകളിൽ ഒരുപാട് ആളുകളുടെ പേര് നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ കോന്നിയിൽ അടൂർ പ്രകാശ്, കണ്ണൂരിൽ കെ സുധാകരൻ, 2 പേരും മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു പരിധി വരെ പറഞ്ഞാൽ VD സതീശൻ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. 2 ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് വന്നത്. ഒന്ന്, യുവതലമുറ അടക്കം ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് എവിടെ? MP മാർ മത്സരിക്കേണ്ട എന്നുള്ള KPCCയുടെയും സതീശൻ്റെയും നിലപാട് എവിടെ? വലിയ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തും മറ്റുള്ളവർ, പ്രതിപക്ഷ കക്ഷികൾ, പൊതുസമൂഹവും മാധ്യമങ്ങളും. രണ്ടാമത്, ഈ 2 പേർക്ക് കൊടുക്കുമ്പോൾ 2 പേർക്ക് മാത്രമായി പോയെന്ത്? വീണ്ടും മത്സരിക്കണമെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ആദ്യം പറഞ്ഞതാണ്, പിന്നെയാണ് മാറ്റി പറഞ്ഞത്. അടൂർ കൊടിക്കുന്നിൽ സുരേഷിന് വലിയ താല്പര്യമുണ്ട്. അങ്ങനെ പലർക്കും വലിയ താല്പര്യമുണ്ട് മത്സരിക്കണമെന്ന്. അസംബ്ലിയിൽ മത്സരിച്ച് മന്ത്രിയാകണമെന്നാണ് ഇവരുടെയൊക്കെ താല്പര്യം. UDF വന്നാൽ മന്ത്രിയായി പരിഗണിക്കേണ്ടവരുമാണ് ഇവരൊക്കെ. വളരെ സീനിയർ നേതാക്കളല്ലേ. അപ്പോൾ എന്തായാലും രസകരമാണ് കാര്യങ്ങൾ. ഇതും കൂടി പരിഹരിച്ച സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ആശിക്കാം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇന്നോ നാളെയോ വരും. BJPയുടെ ആദ്യ ലിസ്റ്റ് പുറത്തായി കഴിഞ്ഞു. CPMൻ്റെ മുഴുവൻ ലിസ്റ്റും, അത് പിന്നെ പഴയ വിഴിഞ്ഞ് പുതിയ കുപ്പിയിലായതുകൊണ്ട് അവർക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ട് വന്നില്ല. വളരെ പെട്ടെന്ന് അവർക്ക് അടച്ച് വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റി. 2ഓ 3ഓ സീറ്റിൽ മാത്രമേ അവർക്ക് തീരുമാനമെടുക്കേണ്ടതുണ്ടായിരുന്നു. അത് പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അകത്തുണ്ടായിരുന്നുകൊണ്ട് അവർക്ക് വേറൊരു ചിന്തയെ വേണ്ടി വന്നില്ല. വളരെ പെട്ടെന്ന് അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റി. കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. കുറച്ച് പേരെങ്കിലും ഇന്ന് എപ്പോഴെങ്കിലും രാത്രിയെങ്കിലും പ്രഖ്യാപിക്കും. BJP കുറേ അധികം പേരെ പ്രഖ്യാപിച്ചു. 10-40 പേരെ പ്രഖ്യാപിച്ചു. 2020 കുറച്ച് പേരെ പ്രഖ്യാപിച്ചു. BDJS കുറച്ച് പേരെ പ്രഖ്യാപിച്ചു. അപ്പോൾ അവരെല്ലാവരും കൂടി NDA മുന്നണി കുറച്ചധികം പേരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു. RSP പ്രഖ്യാപിച്ചു. CMB ആൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു സീറ്റ് ഏതെന്നുള്ളതേ ഉള്ളൂ. CP ജോണിൻ്റെ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ ഘടകകക്ഷികളിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇന്ന് പ്രഖ്യാപിക്കും 4 മണിക്കെന്തോ. കോട്ടയത്ത് സമ്മേളനമുണ്ട്, പത്രസമ്മേളനം. പിന്നെ ഉള്ളത് കോൺഗ്രസിൻ്റെ സീറ്റുകളാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റിൽ ഇപ്പോൾ 2 സീറ്റ് ഇങ്ങനെ ഈഴവ പ്രാതിനിധ്യം കൂടി കണക്കാക്കി 3 സീറ്റിലേക്ക് 3 സീറ്റ് കൂടി കൊടുക്കുന്നെങ്കിൽ, അഡീഷണലായിട്ട് 3 സീറ്റ് വരുന്നെങ്കിൽ, MP മാർ 2 MP മാർക്ക് ഇളവ് കൊടുക്കുന്നെങ്കിൽ കോൺഗ്രസും അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നു. സതീശൻ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടിക്കകത്ത് പിണറായി വിജയൻ CPMൽ തീരുമാനിക്കുന്ന പോലെ പറ്റില്ല മിസ്റ്റർ സതീശൻ. അതുപോലെ മറ്റൊരു കാര്യം, പിണറായി വിജയൻ വിചാരിച്ചിട്ട് പോലും അവിടെ പറ്റിയില്ലല്ലോ. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഒരു TK ഗോവിന്ദൻ പുറത്തു പോയില്ലേ? മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ ഒരു കുഞ്ഞികൃഷ്ണൻ പുറത്തു പോയില്ലേ? ഇത് രാഷ്ട്രീയത്തിലില്ല. രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങളും അധികാരവും അധികാരമോഹങ്ങളും ജാതിയും മതവും വർഗവും വർണ്ണവും ഗോത്രവും എല്ലാം ചേരുന്ന ഒരു സർക്കസ് കൂടാരമാണെന്ന് VD സതീശൻ ഇനി എന്നാണാവോ പൊളിറ്റിക്സ് പഠിക്കുക.